Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇന്ന് നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് എക്സസൈസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 1.1 ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ അതും കൂടി ഒന്ന് എടുത്തേക്കണേ. അപ്പം എക്സസൈസ് 1.1 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF ഓഫ് 135 ആൻഡ് 225 അങ്ങനത്തെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ HCF ഓഫ് 135 and 225. 135, 225. എന്തായിരുന്നു യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ? Given positive integers a and b, there exist unique integers q and r satisfying a equal to bq plus r where 0 less than or equal to r less than b. ഇതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വലിയ നമ്പർ വേണം എ ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇവിടെ 225 ആണ് ലാർജർ നമ്പർ. സോ ഞാൻ എ ആയിട്ട് 225 എടുക്കുന്നു. 225 ഇസ് ഈക്വൽ ടു ബി 135. ഇപ്പം 225നെ 135 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 225 ഡിവൈഡഡ് ബൈ 135. ക്വോഷ്യന്റ് 135. റിമൈൻഡർ 90. So 225 is equal to 135 into 1 plus 90. Again ഇവിടെ റിമൈൻഡർ 0 അല്ലാത്തതുകൊണ്ട് നമ്മൾ റിമൈൻഡർ 0 വരെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. 135 എ ആയിട്ടും 90 ബി ആയിട്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എടുക്കും. 135 is equal to 90 into അവിടെ നമുക്ക് ക്വോഷ്യന്റ് 1 തന്നെ വരുള്ളൂ. 90 into 1 90 plus 45. ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കി ഇതുപോലെ സിമ്പിൾ ഡിവിഷനാണ് കേട്ടോ. അത് നിങ്ങൾ തനിയെ ചെയ്താൽ മതി വർക്കിംഗ് കോളത്തിൽ. അടുത്തത് പിന്നെയും റിമൈൻഡർ 0 അല്ലാത്തത് കൊണ്ട് എഗെയിൻ എ ആസ് 90 ബി ആസ് 45. സോ 90 ഇസ് ഈക്വൽ ടു 45. 90 എന്ന് പറയുന്നത് 45ൻ്റെ മൾട്ടിപ്പിളാണ്. 45 ഇൻറ്റു 2 ആണ്. സോ 90 ഇസ് ഈക്വൽ ടു 45 ഇൻറ്റു 2. റിമൈൻഡർ 0. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. ആ സ്റ്റെപ്പിലെ ബി ആണ് നമ്മൾ HCF ആയിട്ട് എടുക്കുന്നത്. സോ HCF ഈസ് 45. അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിലെ റിമൈൻഡർ ആണ് നമ്മൾ HCF ആയിട്ട് എടുക്കുന്നത്. സോ HCF ഓഫ് 135 ആൻഡ് 225 ഈസ് 45. ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമുക്ക് 45 എന്ന് കിട്ടി. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ HCF ഓഫ് 196 ആൻഡ് 38,220. HCF of 196 and 38,220. സെയിം സ്റ്റെപ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് മുകളിലത്തെ പോലെ തന്നെ. വലിയ നമ്പർ 38,220 നമ്മൾ എ ആയിട്ട് ചൂസ് ചെയ്യുന്നു. ബി ആയിട്ട് 196. ഇനി സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക നിങ്ങൾ. 38,220 196 ഇൻറ്റു 195. 196 ഇൻറ്റു 195 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 38,220 ആണ് കിട്ടുന്നത്. സോ റിമൈൻഡർ ഇവിടെ 0. Therefore HCF ഓഫ് 196 and 38,220 is 196. Third question. Find the HCF of 867 and 255. HCF of 867 and 255. ഇവിടുത്തെ വലിയ നമ്പർ 867. Therefore 867 is equal to 255. ഡിവൈഡ് ചെയ്ത് നോക്കുക നിങ്ങൾ. 255 into 3 plus 102. Here A as 255 and B as 102. 255 is equal to 102 into 2 plus 51. Again 102 as A and 51 as B. 102 is equal to 102 and 51 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 51 into 2 ആണ് 102. സോ 51 into 2 102 കിട്ടുന്നുണ്ട്. റിമൈൻഡർ നമുക്ക് 0 കിട്ടും.
ഇവിടെ റിമൈൻഡർ 0 ആയിട്ട് കിട്ടിയേക്കുന്നതുകൊണ്ട് ഏതാണ് HCFൻ്റെ വാല്യൂ? 51. Therefore, HCF of 867 and 255 is equal to 51. Answer is 51. At the second question, show that any positive odd integer is of the form 6 cube plus 1 or 6 cube plus 3 or 6 cube plus 5 where q is some integer. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിൾ 2, 3 ഇതുമായിട്ട് സിമിലർ ആണ്. എക്സാമ്പിൾ 2 and 3 അവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് every even integer is of the form 2q and odd positive integer is of the form 2q plus 1. ആ പ്രോബ്ലത്തിൽ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിൽ ബി എന്ന് പറയുന്നത് 2 ആയിട്ടാണ് നമ്മളവിടെ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ എക്സാമ്പിൾ 3യിൽ നമുക്ക് പ്രൂവ് ഉണ്ടായിരുന്നത് 4q plus 1, 4q plus 3 എന്നൊക്കെയുള്ള റിസൾട്ട് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ ബി 4 ആയിട്ട് ചൂസ് ചെയ്തു. ഇതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 6q plus 1, 6q plus 3, 6q plus 5 ആയതുകൊണ്ട് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിൽ ബി ആയിട്ട് ഏത് നമ്പർ ചൂസ് ചെയ്യണം? 6. Therefore, ഇവിടെ നമ്മൾ let a be any positive integer and let b is equal to 6. a be any positive integer and let b is equal to 6. Then a is of the form by Euclid's division lemma 6q plus r where 0 less than or equal to r less than b യുടെ വാല്യൂ 6 ആയതുകൊണ്ട് r less than 6. സോ അവിടെ ആറിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? 0 മുതൽ 1, 2, 3, 4 അപ് ടു 5 വരെ. 6-നെക്കാട്ടിലും ചെറുതായിരിക്കണം. അങ്ങനെയുള്ള ഇൻറ്റിജർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആറിന് 0 മുതൽ 5 വരെയുള്ള വാല്യൂസ് എടുക്കാം. അടുത്തത് ഇനി ആറിൻ്റെ പ്ലേസിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായിരിക്കും എ എടുക്കുന്നത്. എ ഈസ് ഈക്വൽ ടു 6q പ്ലസ് 0. ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു 6q. ദെൻ അത് ആർ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്. അടുത്തത് എ ഈസ് ഈക്വൽ ടു 6q പ്ലസ് 1 വെൻ ആർ ഇസ് ഈക്വൽ ടു 1. അടുത്തത് എ ഈസ് ഈക്വൽ ടു 6q പ്ലസ് 2 വെൻ ആർ ഇസ് ഈക്വൽ ടു 2. A is equal to 6q plus 3 when r is equal to 3. 6q plus 4 when r is equal to 4. Last a is equal to 6q plus 5 when r is equal to 5. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ ഫോം 6q plus 1, 6q plus 3, 6q plus 5 എന്നാണ്. ഇവിടെ ശരിക്കും എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 6 റെപ്രസെൻറ്റേഷൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ക്ലിയർലി 6q എന്ന് പറയുന്നതും 6q plus 2ഉം 6q plus 4ഉം ഒക്കെ എന്താ ഈവൻ നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സിനെ എല്ലാം നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6q, 6q plus 2, 6q plus 4. ഇവിടെ നിന്നെല്ലാം നമുക്ക് 2 കോമൺ എടുക്കാമല്ലോ. അതുകൊണ്ട് ഈ 3 നമ്പേഴ്സും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് അതെല്ലാം ഈവൻ നമ്പേഴ്സാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓഡ് ഇൻറ്റിജറിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. Therefore, അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. സിൻസ് a is odd, a cannot be of the form ഏതൊക്കെ? 6q, 6q plus 2, 6q plus 4. എന്താ അതിൻ്റെ റീസൺ എന്താണ്? all are divisible by 2. 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സ് എല്ലാം ഈവൻ നമ്പർ ആയിരിക്കും. Therefore, a is of the form 6q plus 1, 6q plus 3 or 6q plus 5. അതായത് 6q എന്ന് പറയുന്ന ഈവൻ നമ്പറാണ്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് ഓഡ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ 3 ആഡ് ചെയ്താലും ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. 6qൻ്റെ കൂടെ 5 ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഓഡ് നമ്പർ തന്നെയായിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ
ഈ രീതിയിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യുമ്പം 8q+1 8q+3 അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ബി ആയിട്ട് ഏത് ചൂസ് ചെയ്യുക? 8 ചൂസ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടെ എടുക്കുന്ന ബി ചൂസ് ചെയ്യാൻ. തേർഡ് ക്വസ്റ്റ്യൻ, an army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march in the same number of columns. What is the maximum number of columns in which they can march? അതായത് there are two groups, army contingent അതിൽ 616 members ഉണ്ട്, അതുപോലെ തന്നെ ആർമി ബാൻഡ് അതിൽ 32 members ഉണ്ട്. ആർമി ബാൻഡ് 32 members ഉണ്ട്, അവരുടെ ബാക്കിലായിട്ട് വേണം ആർമി കണ്ടീജൻറ്റിലുള്ള ഈ 616 members മാർച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഞാൻ ആ നമ്പേഴ്സ് മാത്രം ഇവിടെ ഒന്ന് എഴുതട്ടെ. 616 army contingent and 32 members are in army band. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഈ 32 മെമ്പേഴ്സിനെയും ഫസ്റ്റ് റോയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിലായിട്ട് നമുക്ക് 616 മെമ്പേഴ്സിനെ നമുക്ക് നിർത്താം. എങ്ങനെയാണെങ്കിൽ ഈ 616 എന്ന് പറയുന്ന നമ്പറിനെ 32 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. പക്ഷേ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 616/32 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 132 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 9 6 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 × 9 288, then remainder is 8. പക്ഷേ ഈ 32 മെമ്പേഴ്സിനെ നമ്മളിങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ ബാക്കിലേക്ക് കണ്ടീജൻ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പ്ലേസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈ 8 മെമ്പേഴ്സ് ബാലൻസ് വരും. അപ്പോൾ ശരിക്കും ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ഈ 32നെയും 616നെയും കോമൺലി ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് നമുക്ക് ആദ്യം ഇവരെ 32 ആർമി ബാൻഡിലുള്ളവരെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് കണ്ടീജൻ ഗ്രൂപ്പിലുള്ളവരെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 616നെയും 32നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് നമ്പർ, ദാറ്റ് മീൻസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. സോ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? to find the HCF of 616 and 32. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ തന്നെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 32 കൊണ്ട് ഡിവിസിബിൾ ആയിരുന്നെങ്കിൽ ആൻസർ എന്തായിരുന്നു? 32. അത്രയും മാക്സിമം കോളംസ് നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് HCF കണ്ടുപിടിക്കാം യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം. സോ എന്താ ഇതിൻ്റെ മീനിങ്? നമുക്ക് ആദ്യം ആർമി ബാൻഡിലുള്ള 32 പേഴ്സൺസിനെ ആദ്യം നമുക്കിങ്ങനെ 8 കോളംസിൽ പ്ലേസ് ചെയ്യാം. അതിൻ്റെ ബാക്കിലേക്ക് ഈ 32 മെമ്പേഴ്സിന് ഇതിൻ്റെ ബാക്കിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് ആവും. അതിൻ്റെ ബാക്കിലേക്കാണ് പിന്നെ കണ്ടീജൻ ഗ്രൂപ്പിലുള്ള 616 മെമ്പേഴ്സിന് നമുക്ക് ഈക്വലായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഈ രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Therefore, maximum number of columns equal to maximum number of columns equal to 8 columns. നമ്മൾ HCF equal to 8 എന്നല്ലാതെ എപ്പോഴും എക്സാമിന് ആൻസർ എഴുതുമ്പോഴേക്കും എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതൊന്ന് ഒരു സെൻറ്റൻസിലായിട്ട് എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും. Fourth question, use Euclid's division lemma to show that the square of any positive integer is either of the form 3m or 3m plus 1 for some integer m. അതായത് ഏത് പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നിലെ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഏതൊരു ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും സപ്പോസ് ഞാൻ 3 എന്ന് എടുത്തു, 3യുടെ സ്ക്വയർ 9, 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഇനി 3ക്ക് പകരം ഞാനൊരു 4 എടുത്തു, 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 16 ആണ് വരുന്നത്. 16 എന്ന് പറഞ്ഞാൽ 15 പ്ലസ് 1, 15 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ, അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന് വരുന്നു. അപ്പോൾ അതാണ് ഇതിങ്ങനെ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞ് സ്ക്വയർ ചെയ്താലും അതൊന്നല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആയിരിക്കും. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു റിസൾട്ട് ആദ്യം നമ്മളത് ഓർത്തിരിക്കണം. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ
let a be any positive integer, then it is of the form ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെ നമുക്ക് 3q പ്ലസ് 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ക്യൂവിൻ്റെ പ്ലേസിൽ 0 കൊടുത്തു. 0 കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 0 1 2 അങ്ങനെ ഒരു സീരീസ് കിട്ടും. വെൻ ക്യൂ ഈക്വൽ ടു 0 ഞാൻ 2-3 നമ്പേഴ്സ് എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. എക്സാമിന് ഇങ്ങനെയൊന്നും എഴുതണ്ട കേട്ടോ. ക്യൂവിന് ഞാൻ 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0 1 2. ഇനി 1 കൊടുക്കുമ്പോഴോ, ക്യൂവിന് 1 കൊടുക്കുമ്പോഴോ ഇവിടെ 3 വരും. 1 കൊടുക്കുമ്പോഴേക്കും 3 + 1 4 ആയി. ഇവിടെ 3 + 2 5. അടുത്ത ക്യൂവിന് ഇനി 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ക്യൂവിന് 2 കൊടുക്കുമ്പോഴേക്കും നമുക്ക് 6 7 8. അങ്ങനെ ക്യൂവിൻ്റെ വാല്യൂസ്, ക്യൂ ഫോർ സം ഇൻറ്റിജർ ക്യൂ ആണ്. ക്യൂവിന് ഇങ്ങനെ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് എല്ലാ ഇൻറ്റിജേഴ്സിനെയും ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ പ്രൂഫ് വരുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ടത് let a be any positive integer, then it can taken off the form 3q plus 1 3q plus 2. ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഏതൊരു ഇൻറ്റിജറിനെ നമുക്ക് ഈ 3 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഫോമിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം 3 കേസായിട്ട് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലെറ്റ് കേസ് 1 എന്ന് വേണം കൊടുക്കാം. കേസ് 1, let a is equal to 3q. a എന്ന് പറയുന്നത് 3q എന്നുള്ള ഫോമിലുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് സ്ക്വയർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ a സ്ക്വയർ ചെയ്യുമ്പം 3q ദ ഹോൾ സ്ക്വയർ വരും. 3q സ്ക്വയർ ചെയ്യുമ്പോൾ വരുന്നത് 9q² ആണ്. ഇതിനെ നമുക്ക് 3 × 3q² എന്ന് എഴുതാം അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 3 × m, വേർ m ഈക്വൽ ടു എമ്മിന് പകരമാണ് ഞാൻ ഈ 3q² എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇസ് ഓൾസോ ആൻ ഇൻറ്റിജർ. ക്യൂ ഇൻറ്റിജർ ആണ്. 3 × q² എന്ന് പറയുന്നത് ഇൻറ്റിജർ തന്നെയായിരിക്കും. സോ കിട്ടിയല്ലോ. എ എന്ന് പറയുന്നത് 3q ആയിട്ട് എടുത്തപ്പോൾ എയുടെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി. ഫസ്റ്റ് കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ കേസ് 2. അവിടെ നമ്മൾ ലെറ്റ് എക്ക് അടുത്ത വാല്യൂ കൊടുക്കുക 3q plus 1. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 3q plus 1. ദെൻ സ്ക്വയറിങ് a സ്ക്വയർ ഈക്വൽ ടു 3q plus 1 the whole square, which is equal to 9q² plus 6q plus 1. ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് 3q കോമൺ എടുക്കാം. സോ വി ഗെറ്റ് 3q plus 2 plus 1. ഇവിടുന്ന് രണ്ടിടത്തു നിന്നുമാണ് കോമൺ എടുത്തത്. അഗെയിൻ ദിസ് ഈസ് 3m plus 1, വേർ m എന്നുള്ളതിന് പകരം ഞാൻ ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? q × 3q plus 2 ഇസ് ഓൾസോ ആൻ ഇൻറ്റിജർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി a 3q plus 1, അതിൻ്റെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 3m plus 1 എന്ന് കിട്ടി. ഇവിടെ പ്രൂവ് ചെയ്യാൻ നേരത്ത് അങ്ങനെയായിരുന്നു, ഒന്നല്ലേ 3m അല്ലെങ്കിൽ 3m plus 1 എന്നായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് കേസ് നമുക്ക് എയുടെ സ്ക്വയർ എടുത്തപ്പോൾ 3m plus 1 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. അടുത്ത ഒരു ടൈപ്പും കൂടെ ഉണ്ട്. a എന്ന് പറയുന്നത് 3q plus 2 എന്നുള്ള ഫോമിലുള്ള നമ്പേഴ്സും എടുക്കാം. സോ കേസ് 3, let a is equal to 3q plus 2. When squaring 3q plus 2 the whole square is equal to 3q 9q² plus 12q plus 4. ഇവിടെ നമുക്ക് ചെറിയൊരു ചേഞ്ച് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ രണ്ട് ടേമിൻ്റെ അകത്തൊന്നും 3 കോമൺ എടുത്തിട്ട് എഴുതിയാൽ പോരാ. പ്ലസ് 12q, കാരണം 3m ഓർ 3m plus 1 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 + 1 എന്ന് എഴുതും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സൗകര്യത്തിനനുസരിച്ച് ഇതിനെ ചേഞ്ച് ചെയ്ത് എഴുതണം കേട്ടോ. ഈ ഫസ്റ്റ് 3 ടേംസിൻ്റെ അകത്ത് നിന്ന് 3 കോമൺ എടുക്കാം. 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3യെ കോമൺ എടുക്കാൻ പറ്റില്ല, 3q എടുക്കാൻ പറ്റില്ല. 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 3q² plus 4q plus 1. ദെൻ ഈ ബാലൻസ് 1 അങ്ങനെ എഴുതുക. സോ വിച്ച് ഇസ് ഓൾസോ ദ ഫോം 3m plus 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വേർ m ഈക്വൽ ടു m എന്ന് പറയുന്നത് ഇവിടെ ഏതാ? 3q² plus 4q plus 1 is also an integer. Therefore, square of any positive integer is either of the form 3m or 3m plus 1.
3q എന്ന് എടുത്തു കഴിഞ്ഞ് സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 3m എന്നുള്ള ഫോമുല കിട്ടി. ബാക്കി രണ്ട് കേസിലും 3m + 1. പക്ഷേ ഇങ്ങനെ ഏത് നമ്പേഴ്സ് എടുത്ത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും അതൊന്നല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ + 1 ആയിരിക്കും എന്നുള്ള റിസൾട്ട് നമ്മൾ ജനറലി പ്രൂവ് ചെയ്തു. ഏത് റിസൾട്ട് വെച്ചിട്ട്? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. Use Euclid's division lemma to show that the cube of any positive integer is of the form 9m, 9m + 1 or 9m + 8. നേരത്തെ മുകളിൽ നമ്മൾ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ ആയിരുന്നു. ഇത് ക്യൂബ് ഓഫ് എനി പോസിറ്റീവ്. ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ + 1 ആയിരിക്കും, അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ + 8 ആയിരിക്കും. നിങ്ങൾക്കിത് എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. Let a be any positive integer, then it is of the form 3q, 3q + 1, 3q + 2. ഇനി കഴിഞ്ഞ ക്വസ്റ്റിനെ പോലെ തന്നെയാണ് സ്റ്റെപ്സ് വരുന്നത്. അവിടെ സ്ക്വയർ ചെയ്തതിന് പകരം ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടത്? ക്യൂബ് ചെയ്യുക. ഇവിടെയും 3 കേസായിട്ട് ചെയ്യുക. കേസ് 1, ലെറ്റ് a is equal to ഫസ്റ്റ് 3q എടുക്കുക, ക്യൂബ് ചെയ്യുക. a cube is equal to 3q the whole cube is equal to 3 cube, that is 27q cube. ഇതിനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 9m, 9m + 1. സോ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇതിനെ എഴുതുന്നു. 9 × 3q cube എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 9m. ഫോർ സം m is an integer, where m is equal to 3q cube is an integer. അപ്പോൾ നമുക്ക് 3q എന്നുള്ള ഫോം എടുത്തപ്പോഴേക്കും അതിൻ്റെ ക്യൂബ് ചെയ്തപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ കിട്ടി? 9m എന്നുള്ള ഫോമിൽ കിട്ടി. കേസ് 2, ലെറ്റ് a is equal to a അടുത്ത് എടുക്കുന്ന ഫോം 3q + 1, ക്യൂബ് ചെയ്യുക. a cube equal to 3q + 1 the whole cube, which is equal to 27q cube. What is a + b the whole cube? ഓർക്കുന്നുണ്ടോ? a + b the whole cube, a + b the whole cube equal to a cube plus 3a² b plus 3ab² plus b cube. 9th പഠിക്കുന്നതാണ് ഇതൊക്കെ. a + b the whole cube, a cube plus 3a² b plus 3ab² plus b cube. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3a² b ചെയ്യുമ്പം 9q², again 27q² plus 3ab² ചെയ്യുമ്പം 9q, then b cube is 1 cube, that is 1. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് 3 ടേംസിൻ്റെ അകത്തുനിന്ന് 9 ഇനി കോമൺ എടുക്കാം. 9 കോമൺ എടുത്ത് കഴിയുമ്പോൾ വരുന്നത് 3q³ പ്ലസ് 3q² പ്ലസ് q പ്ലസ് 1 ഓർ വിച്ച് ഇസ് ഈക്വൽ ടു 9m + 1 എന്ന് എഴുതാം. വേർ m, അതായത് ഈ ടേമിനെയാണ് m എന്ന് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. വേർ m is equal to 3q³ plus 3q² plus q, an integer. q integer ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 3q³ plus 3q² plus q എന്ന് പറയുന്നതും ഇൻറ്റിജർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി a 3q + 1 എന്നുള്ള ഫോം എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്യൂബ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? 9m + 1. ദെൻ ലാസ്റ്റ് കേസ് 3, അവിടെ നമ്മൾ ലെറ്റ് a is equal to എന്തെന്നെടുക്കുക? 3q plus 2, ക്യൂബ് ചെയ്യുക. a cube is equal to 3q plus 2 the whole cube. Again a + b the whole cube എന്നുള്ള റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്താ വരിക? a cube, that is 27q cube, 3a² b ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 54q², then 3ab² എന്ന് പറയുന്നത് 36q, last 2 cube, that is 8. ഇവിടെ നമുക്ക് ഫസ്റ്റ് 3 ടേംസിൻ്റെ അകത്തുനിന്ന് നമുക്ക് 9m + 1 or 9m + 8 ക്യൂബ് ചെയ്യുമ്പോൾ ഈ 3 ഫോമിൽ ഏതെങ്കിലും ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇവിടെ നിന്ന് നമുക്ക് 9 കോമൺ എടുക്കാം. 9 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3q³ 6q² plus 4q plus 8. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ 3q³ plus 6q² plus 4qനെ m എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അതൊരു ഇൻറ്റിജർ ആയിരിക്കും. വേർ m equal to 3q³
6q² പ്ലസ് 4q ആൻഡ് ഇൻറ്റിജർ. ഇതൊക്കെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് തന്നെ എം ഒക്കെ എടുത്ത് എഴുതി അത് ഇൻറ്റിജർ ആണെന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്തിരിക്കണം അവിടെ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താ, ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ വിച്ച് ഈസ് ഓഫ് ദ ഫോം 3q 3q+1 3q+2 എന്ന് ആദ്യം എടുക്കുക. എന്നിട്ട് അതിൻ്റെ 3 കേസായിട്ട് ഇതുപോലെ പ്രൂവ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമുക്ക് പ്രൂവ് ചെയ്യുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കുറച്ച് 3-4 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ആ ജനറലായിട്ടുള്ള ടേം എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു 5 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും തനിയെ ട്രൈ ചെയ്ത് ചെയ്യുക. വേറെ ഒരിടത്തും റെഫർ ചെയ്യുകയൊന്നും വേണ്ട, അറിയാവുന്ന പോലെ ചെയ്താൽ മതി. നാളത്തെ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒന്നല്ലേ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ PDF ഫോമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.